ഇപ്പോൾ IT ഫീൽഡിൽ ഏത് സ്കില്ലാണ് ഷോർട്ട് ലിസ്റ്റ് ആകുന്നത് ചോദിച്ചാൽ അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് എന്താണെന്ന് വെച്ചാൽ മൈഗ്രേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സമയത്തും ഏതൊക്കെ ഏതൊക്കെ ഫീൽഡിലാണ് സ്കിൽ ഷോർട്ടേജ് ഉള്ളതെന്ന് നോക്കും. അതിന് വളരെ വ്യവസ്ഥാപിതമായിട്ട് അവർ നോക്കും. വ്യവസ്ഥാപിതമായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യും, അത് IT ഇന്ന മേഖലയാണ്. ഇപ്പോൾ പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അതുപോലെ തന്നെ എന്താ പറയുന്നത് സെക്യൂരിറ്റിയോ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റിയോ ഇങ്ങനെയുള്ള ഏതാണ് ഏറ്റവും കൂടുതൽ ആ സമയത്ത് സ്കിൽ ഷോർട്ടേജ് ഉള്ളത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ മൊത്തം നോക്കുമ്പോൾ ഇപ്പോൾ IT സെക്യൂരിറ്റിക്ക് സ്കിൽ ഷോർട്ടേജ് ഇല്ല എന്ന് വിചാരിച്ചോ, പക്ഷെ ഒരു സ്റ്റേറ്റിലുണ്ടെന്ന് വിചാരിച്ചോ. ഒരു സ്റ്റേറ്റിലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ വിക്ടോറിയയോ അല്ലെങ്കിൽ ക്യൂൻസ്ലാൻഡോ അല്ലെങ്കിൽ ന്യൂ സൗത്ത് വെയിൽസോ അല്ലെങ്കിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ സൗത്ത് ഓസ്ട്രേലിയയോ അല്ലെങ്കിൽ ഈവൻ താസ്മാനിയോ എവിടെയെങ്കിലും ഇപ്പോൾ IT ഒരു പർട്ടിക്കുലർ ഡിവിഷനിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ സ്റ്റേറ്റിനെ സ്പോൺസർ ചെയ്യിച്ചിട്ട് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് പാത്ത് വേ ഉണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷന് നേരെ PR ആപ്ലിക്കേഷൻ്റെ അപ്പുറത്തേക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഓരോ സ്റ്റേറ്റിൻ്റെയും ടെറിട്ടറിയുടെയും ഈവൻ ഒരു പ്രദേശത്തിൻ്റെ ഇപ്പോൾ ജീലോങ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു സ്ഥലത്തിന് മാത്രം ഒരു എക്സാമ്പിളാണ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് ആ സ്ഥലത്ത് മാത്രം ഒരു ട്രേഡിന് ഒരു ITയുടെ ഒരു സാധനം ഒരു സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനോ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പോയിൻ്റ് കൂടുതൽ കൊടുത്തുകൊണ്ട് ആ സ്റ്റേറ്റിൻ്റെ പോയിൻറ്റും കൂടെ കൊടുത്തുകൊണ്ട് അപ്ലൈ ചെയ്ത് നമുക്ക് PR നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് പാത്ത് വേ ഉണ്ട്. അതിന് വളരെ കൃത്യമായിട്ട് ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഇത് ലോ പഠിച്ച മാറ എന്ന് പറഞ്ഞ ലോ പഠിക്കണമെങ്കിൽ മൈഗ്രേഷൻ്റെ ഇത് പഠിക്കണമെങ്കിൽ 2 ഇയർ ഫുൾ ടൈം പഠിക്കണം. ഈ 2 ഇയർ ഈ പഠിക്കുന്ന ആൾ മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ടൈപ്പ് മൈഗ്രേഷനായിട്ട് ഉണ്ടോ ഇതായിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഇദ്ദേഹം പഠിക്കുക. അദ്ദേഹം അത് പഠിക്കുമ്പോൾ ഏതൊക്കെ കാറ്റഗറിയിൽ എവിടെയൊക്കെ ഷോർട്ടേജ് വരും, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് കൃത്യമായ ഒരു നോളജ് ഉണ്ടാകും. ഇപ്പം ഞാൻ മൈഗ്രേഷൻ സർവീസസ് ചെയ്തു കൊടുക്കുന്നത് എൻ്റെ കൂടെ ഇങ്ങനെയുള്ള മാറ ലോ പഠിച്ച ആൾക്കാരെ കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് അഡ്വൈസ് ചെയ്തിട്ട് ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറയുകയും അതിനനുസരിച്ച് അവരെ പേപ്പർ വർക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും.